നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഈ 4 ഫുഡ് ഐറ്റംസ് സൈലന്റ്ലി നിങ്ങളുടെ ഇനാമലിനെ കില്ല് ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രത്യക്ഷത്തിൽ പ്രശ്നമൊന്നും തോന്നില്ലെങ്കിലും നിങ്ങൾക്ക് നൈസായിട്ട് പണി തരുന്ന ഈ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഐറ്റം, ടീ ഓർ കോഫി. നമ്മളുടെ പലരുടെയും ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ടീയോ കോഫി കഴിച്ചുകൊണ്ടാണ്. ഇതിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, മൾട്ടിപ്പിൾ ടൈംസ് ടീ ഓർ കോഫി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പല്ലുകളിൽ സ്റ്റെയിന് വരികയും അതൊരു അൺഎസ്തെറ്റിക് ലുക്കായി മാറുകയും ചെയ്യും. ഇത് പിന്നീട് പെരിഡോണ്ടൽ അല്ലെങ്കിൽ ജിഞ്ചൈവൽ ഇഷ്യൂസിന് കാരണമാവും. സെക്കൻഡ് ഐറ്റം, കുക്കീസ്. മിഠായി മാത്രം കഴിച്ചാലേ പല്ല് കേടാവും എന്നുള്ളൊരു ധാരണ നമ്മൾക്കിടയിലുണ്ട്. എന്നാൽ ബിസ്ക്കറ്റോ മധുരമുള്ള കുക്കീസോ ഇങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം പല്ല് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഈ ബിസ്ക്കറ്റിന്റെ അംശങ്ങൾ പല്ലിന്റെ പല ഭാഗത്ത് ഒട്ടിപ്പിടിക്കുകയും അതിൽ പിന്നീട് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവുകയും പല്ല് കേടാവുകയും ചെയ്യും. മൂന്നാമത്തെ ഐറ്റം, നമ്മളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സും പാക്ഡ് ഫ്രൂട്ട് ജ്യൂസസും. ഇതിലടങ്ങിയിട്ടുള്ള അമിതമായ ഷുഗേഴ്സും പ്രിസർവേറ്റീവ്സും നമ്മളുടെ ഇനാമലിന് കാര്യമായ പണി തരും. ലാസ്റ്റ് ഐറ്റം, സിട്രസ് ഫ്രൂട്ട്സ്. സിട്രസ് ഫ്രൂട്ട്സിൽ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലതാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുക അല്ലെങ്കിൽ പല്ല് വെളുക്കുമെന്ന് വിചാരിച്ചിട്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് പല്ല് ഉരയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആസിഡ് എച്ചിങ് നടക്കുകയും അതുവഴി നിങ്ങൾക്ക് നല്ല പണി കിട്ടും. ഇനി സ്ഥിരമായിട്ട് ലെമൺ ജ്യൂസ് കുടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ സ്ട്രോ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വല്ലപ്പോഴും ഈ ഐറ്റംസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തകരാറുമില്ല. സ്ഥിരമായി മൾട്ടിപ്പിൾ ടൈംസ് ഈ ഐറ്റംസ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ഈ ഐറ്റംസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്തോളൂ.